കോവിഡ്-19 കേസുകളുടെ വർധനവും സജീവ അണുബാധകളും രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും ജാഗ്രത പാലിക്കണമെന്നും ലളിതമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്നും ഡോക്ടർമാർ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഇന്ത്യയിലെ കോവിഡ്-19 കേസുകളുടെ വർധന സജീവ അണുബാധകളും രേഖപ്പെടുത്തുന്നതിനാൽ പരിഭ്രാന്തരാകേണ്ടതില്ല, ജാഗ്രത പാലിച്ചാൽ മതിയെന്നാണ് നിർദ്ദേശം. കേരളം, മഹാരാഷ്ട്ര, ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് പ്രധാനമായും രോഗവ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മുൻ തരംഗങ്ങളെ അപേക്ഷിച്ച് ഈ സംഖ്യ വളരെ കുറവാണ്. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് 210 സജീവ കേസുകളുമായി മഹാരാഷ്ട്രയും 104 കേസുകളുമായി ഡൽഹിയുമാണ് തൊട്ടുപിന്നിലുള്ളത്. മിക്ക കേസുകളിലും വളരെ കുറച്ച് പേർ മാത്രമേ ആശുപത്രിയിൽ പ്രവേശനം ആവശ്യമുള്ളൂ എന്നും ഡോക്ടർമാർ പറയുന്നുണ്ട്. എന്നിരുന്നാലും പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങൾ അനുഭവിക്കുന്നവർ, ഉയർന്ന അപകട സാധ്യതയുള്ള ഗ്രൂപ്പുകളിൽ പെട്ടവരോ ആയവർക്ക് കോവിഡിന് അനുയോജ്യമായ അടിസ്ഥാന പെരുമാറ്റം അവർക്ക് ശുപാർശ ചെയ്യുന്നു. ഞങ്ങൾ കോവിഡ് രോഗികളെ OPDയിൽ പരിശോധിക്കുന്നുണ്ട്, പക്ഷേ അവരിൽ ആരും ഇതുവരെ ഗുരുതരമായ അവസ്ഥയിലുള്ളവരല്ല. ഇത് നേരിയ വൈറൽ അണുബാധ പോലെയാണ്. ഡൽഹിയിൽ CK ബിർള ആശുപത്രിയിലെ ഡോക്ടർ വികാസ് മിത്തൽ പറയുകയാണിത്. ആളുകൾ വിവരങ്ങൾ അറിഞ്ഞിരിക്കുകയും പരിഭ്രാന്തി ഒഴിവാക്കുകയും അടിസ്ഥാന ശുചിത്വം പാലിക്കുകയും വേണം. ചുമ, തൊണ്ടവേദന, പനി തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ തുടരുക. പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് പരിഗണിക്കുക, ഡോക്ടർ മിത്തൽ കൂട്ടിച്ചേർത്തു. തിരക്കേറിയ സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുക, പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളുള്ള വ്യക്തികൾക്കുള്ള കൈ ശുചിത്വം തുടങ്ങിയ മുൻകരുതലുകൾ നടപടികളും വ്യാപനം പരിമിതപ്പെടുത്തുന്നതിൽ നിർണായകമാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത്. മിക്ക കേസുകളും ലഘുവായ കേസുകളാണെന്നും വളരെ കുറച്ചു പേർ മാത്രമേ ആശുപത്രിയിൽ പ്രവേശനം ആവശ്യമുള്ളൂ എന്നും ഡോക്ടർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. നിലവിലെ തരംഗത്തിൽ ഗുരുതരമായ രോഗങ്ങളോ ആശുപത്രി തിരക്കോ ഇല്ലെങ്കിലും പുതിയ വകഭേദങ്ങൾ കണ്ടെത്തിയതിനാൽ ആശങ്ക വർദ്ധിച്ചിട്ടുമുണ്ട്. കേന്ദ്ര കോവിഡ്-19 നിരീക്ഷണ ഏജൻസികളുടെ റിപ്പോർട്ട് പ്രകാരം NB181 LF7 എന്നീ 2 ഉപവകഭേദങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ചൈന, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും അടുത്തിടെ അമേരിക്കയിൽ നിന്നും റിപ്പോർട്ടുകൾ ചെയ്യപ്പെട്ട കോവിഡ്-19 കേസുകളിലും ഈ വകഭേദങ്ങൾ കണ്ടെത്തിയിട്ടുമുണ്ട്. JN1 പരമ്പരയിൽ നിന്നും ഉത്ഭവിച്ച ഈ വകഭേദങ്ങൾ കൂടുതൽ പകരുകയാണ്, പക്ഷേ നിലവിൽ നേരിയ അണുബാധയുമായി മാത്രമേ ബന്ധപ്പെട്ടിരിക്കുന്നുള്ളൂ. ലോകാരോഗ്യ സംഘടനയുടെ സമീപകാല അപ്ഡേറ്റിൽ ഈ വകഭേദങ്ങളെ നിരീക്ഷണത്തിലുള്ള വകഭേദങ്ങൾ എന്ന് തരം തിരിച്ചിട്ടുണ്ട്. അതായത് അവ സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിലും കൂടുതൽ തീവ്രതയോ വാക്സിൻ പ്രതിരോധമോ ഇതുവരെ കാണിക്കുന്നില്ല. JN1 പരമ്പരയിൽ നിന്ന് ഉത്ഭവിച്ച ഈ വകഭേദങ്ങൾ കൂടുതൽ പകരുന്നവയാണ്, പക്ഷേ നിലവിൽ നേരിയ അണുബാധയുമായി മാത്രമേ ബന്ധപ്പെട്ടിട്ടുള്ളൂ. ഇതൊക്കെയാണെങ്കിലും പ്രായമായവരും വിട്ടുമാറാത്ത രോഗങ്ങളുള്ളവരും പോലുള്ള ഉയർന്ന അപകട സാധ്യതയുള്ള വ്യക്തികൾ അവരുടെ അവസാന ഡോസ് 6 മാസം മുമ്പുള്ളതാണെങ്കിൽ ബൂസ്റ്റർ വാക്സിനേഷൻ പരിഗണിക്കാൻ വിദഗ്ധർ ഉപദേശിക്കുന്നുമുണ്ട്. ബൂസ്റ്റർ ഡോസുകൾ ക്ഷയിച്ചു വരുന്ന പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ദുർബലരായ ജനവിഭാഗങ്ങൾക്ക് നിർണായകവുമാവുന്നുണ്ട്. മിക്ക കേസുകളിലും വീട്ടിൽ തന്നെ സൗമ്യവും കൈകാര്യം ചെയ്യാവുന്നതുമാണ്. പക്ഷേ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന് ഭാരമുണ്ടാക്കുന്നത് തടയാൻ നാം ജാഗ്രതയും പാലിക്കണം. ഫരീദാബാദിലെ സർവോദയ ആശുപത്രിയിലെ ഹെഡ് പരമോളജിസ്റ്റ് ഡോക്ടർ മനീഷ് പറഞ്ഞു. പനി, ഡെങ്കി തുടങ്ങിയ സീസൺ രോഗങ്ങളുടെ എണ്ണത്തിലും സമാനമായ വർധനവ് ഉണ്ടായിട്ടുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടി. പല ക്ലിനിക്കുകളിലും ഇവ കോവിഡ്-19 കേസുകളേക്കാൾ കൂടുതലുമാണ്. എന്നിരുന്നാലും പുതിയ കോവിഡ് വകഭേദങ്ങളുടെ ഉയർന്ന വ്യാപന സാധ്യത ഇപ്പോഴും ദുർബല വിഭാഗങ്ങൾക്ക് അപകട സാധ്യത ഉയർത്തുന്നു. അതേസമയം തന്നെ കോവിഡ് മരണം ഏറ്റവും കൃത്യമായി രേഖപ്പെടുത്തിയ സംസ്ഥാനം കേരളമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആഗോളതലത്തിൽ കോവിഡ് ടെസ്റ്റുകളിൽ വർധന കണ്ടപ്പോൾ തന്നെ വ്യാപകമായി ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയെന്നും അതുകൊണ്ടാണ് പോസിറ്റീവ് കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നതെന്നും മന്ത്രി പറയുന്നുണ്ട്. ടെസ്റ്റ് ചെയ്യുന്നു, കണക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തുന്നു, അതുകൊണ്ട് തന്നെ ഒരു ആശങ്കയും വേണ്ട എന്നാണ് പറയുന്നത്. ഇത് സംബന്ധിച്ച വളരെ സൂക്ഷ്മമായ നിരീക്ഷണവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അധികം തീവ്രമാകാത്ത വകഭേദമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. വ്യാപനശേഷിയും
കൂടുതലാണെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. കൂടാതെ രോഗങ്ങളുണ്ടെന്ന് തോന്നുന്നവർ മാസ്ക് ധരിക്കുക, പ്രത്യേകം മുൻകരുതലും എടുക്കേണ്ടതാണെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റു രോഗങ്ങൾ ഉള്ളവർക്കാണ് കോവിഡ് വന്നാൽ ഗുരുതരമാകുന്നത്. ആശുപത്രിയിലേക്കുള്ള അനാവശ്യ സന്ദർശനം ഒഴിവാക്കുകയും ആരോഗ്യ പ്രവർത്തകർ കൃത്യമായി ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾസ് പാലിക്കുകയും ചെയ്യണമെന്നും വീണ ജോർജ് കൂട്ടിച്ചേർത്തു. ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ രോഗം പടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നിരീക്ഷണം ശക്തമാവുകയാണ്. ജില്ലകളിലെ ഏതെങ്കിലും മേഖലകളിൽ രോഗപകർച്ചയുണ്ടെന്ന് നിരീക്ഷിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വൈറസിന് വകഭേദം വന്നിട്ടുണ്ടോ എന്നറിയാനുള്ള സാമ്പിൾ പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട്. 18 വയസ്സിന് മുകളിലുള്ളവരിലും പ്രതിരോധ വാക്സിൻ സ്വീകരിച്ചവരിലും ഭയപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കുന്നത്. പനി, മൂക്കൊലിപ്പ്, ക്ഷീണം, തലവേദന എന്നിവയെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാണ്. അതേസമയം തന്നെ രോഗം വന്ന ഒരു വ്യക്തിക്ക് രോഗപ്രതിരോധ ശേഷി വീണ്ടെടുക്കാനായി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ആദ്യം സമീകൃത ആഹാരം കഴിക്കുന്നത് ശ്രദ്ധിക്കുക എന്നതാണ്. സ്ഥിരമായി കഴിക്കുന്ന ഭക്ഷണത്തിൽ പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, പ്രോട്ടീനുകൾ എന്നിവ ഉൾപ്പെടുത്തണം. ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക തുടങ്ങിയ പഴങ്ങൾ ധാരാളമായി വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. മഞ്ഞൾ, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവയ്ക്ക് ആന്റിവൈറസ് ഗുണങ്ങൾ ഉള്ളതിനാൽ അത് ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. കൂടാതെ ശരീരത്തിൽ വെള്ളം അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഇത് ശാരീരിക പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തും. ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളുന്നതിനും അതോടൊപ്പം തന്നെ രോഗപ്രതിരോധ ശേഷിക്കും വെള്ളം സഹായിക്കും. കുറഞ്ഞത് 8 അല്ലെങ്കിൽ 10 ഗ്ലാസ് വരെ വെള്ളം കുടിക്കുന്നത് ശ്രദ്ധിക്കുക. കൂടാതെ ശരീരത്തിൽ എപ്പോഴും ജലാംശം നിലനിർത്തണം. രോഗബാധയ്ക്ക് ശേഷം ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടി ലളിതമായ വ്യായാമങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. യോഗ, നടത്തം അല്ലെങ്കിൽ സ്ട്രെച്ചിങ് തുടങ്ങിയ പോലുള്ള പരിശീലനങ്ങളും ആവാം. ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുകയും ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും അമിതമായ വ്യായാമം ചെയ്യുന്നത് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും. അതിനാൽ എല്ലാ ദിവസവും 30 മിനിറ്റ് ലളിതമായ വ്യായാമം ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്.